ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ ഫ്യൂൽ സപ്ലൈ സിസ്റ്റത്തിലെ അടുത്ത കോമ്പണൻ്റ് ആയിട്ട് വരുന്ന കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസസുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് നോക്കണം ആദ്യം. ഒരു കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ എൻജിനെ അതിൻ്റെ സാധാരണ വർക്കിംഗ് ടെമ്പറേച്ചറേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് എൻജിൻ്റെ ടെമ്പറേച്ചർ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറേക്കാൾ താഴെയാവാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ ആ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കാരണമാണ്. കാരണം പുറത്തുള്ള ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും. ഒരു വണ്ടി വർക്ക് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രിയിലാണ്? ഒരു 80-90 ഡിഗ്രിയിലായിരിക്കും എൻജിൻ്റെ കൂളിംഗ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ആ 80-90 ഡിഗ്രിയിലാണ് എന്ത് വരിക? എൻജിൻ്റെ ഒപ്റ്റിമം വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് ഒരു 35-40 ഡിഗ്രിയുടെ അടുത്തേ വരുള്ളൂ. അപ്പോൾ എൻജിൻ എന്ത് ചെയ്യും? തണുത്ത് ഒരു 35-40 ഡിഗ്രി വരെ എത്തും. ആ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തണുത്തിരിക്കുന്ന എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കോൾഡ് സ്റ്റാർട്ട്, തണുത്ത ഇരിക്കുന്ന സമയത്തുള്ള സ്റ്റാർട്ട്. അതിനാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് വിളിക്കുന്നത് പ്രധാനമായിട്ടും. പിന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നത് ചില സമയത്ത് വണ്ടി നമ്മൾ നിർത്തിയിടും, ഒരുപാട് സമയത്തേക്ക്, ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്ത് വിളിക്കാറുണ്ട്? കോൾഡ് സ്റ്റാർട്ട് എന്ന് വിളിക്കാറുണ്ട്. അതായത് കോൾഡ് സ്റ്റാർട്ട് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന്, നമ്മൾ ഇന്നലെ നിർത്തിയിട്ട വണ്ടി ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ അല്ലല്ലോ. നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 80 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണെങ്കിൽ ആ ഡിഫറൻസ് ഉള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കോൾഡ് സ്റ്റാർട്ട് എന്ന് വിളിക്കാം. വണ്ടി തണുത്തിരിക്കുന്നു. അത് കൂടാതെ വേറൊന്നുകൂടി പറയാറുള്ളത്, ഒരുപാട് കാലം നിർത്തിയിട്ടതിന് ശേഷം, അത് തണുപ്പ് കാരണം മാത്രമായിരിക്കണമെന്നില്ല, ഒരുപാട് കാലം നിർത്തിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ കുറച്ച് സമയം വേണം. ഒരു ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളതിനെ കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഈ 3 പോയിന്റ് ശ്രദ്ധിക്കുക. എ കോൾഡ് സ്റ്റാർട്ട് ഈസ് ആൻ അറ്റംപ്റ്റ് ടു സ്റ്റാർട്ട് എ വെഹിക്കിൾസ് എൻജിൻ വെൻ ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് ടു ഇറ്റ്സ് നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. പിന്നെ ഈ പറയുന്ന മൂന്നാമത്തെ പോയിന്റ്, ദിസ് ടേം ഈസ് ആൾസോ റെഫേഴ്സ് ടു സ്റ്റാർട്ടിംഗ് ദ എൻജിൻ ഓഫ് എ വെഹിക്കിൾ ദാറ്റ് ഹാസ് ബീൻ ഇനാക്റ്റീവ് ഓർ അബാൻഡൻഡ് ഫോർ എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ടൈം. അത്രയും മതി. അപ്പോൾ ഇത് രണ്ടുമാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഒരു ഡീസൽ എൻജിൻ്റെ സിലിണ്ടറിനുള്ളിൽ ഡീസൽ കത്തണമെങ്കിൽ ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ റിക്വയർമെൻറ്റ്, ദ ടെമ്പറേച്ചർ ഓഫ് എയർ ഈസ് ഹയർ ദാൻ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ആ ഉള്ളിലേക്ക് വരുന്ന, സിലിണ്ടറിനുള്ളിലേക്ക് വരുന്ന എയറിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ഇപ്പോഴുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡീസലിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കണം. എന്താണ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ? നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഓർക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം. സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂവലിന് സ്വയം കത്താൻ കഴിയുന്ന ടെമ്പറേച്ചറാണ്. അതായത് പുറത്തുനിന്നുള്ള ഒരു ഹെൽപ്പ് ഇല്ലാതെ ഡീസലിന് തനിയെ കത്താൻ പറ്റുന്നത് സെൽഫ് ഇഗ്നിഷൻ, തനിയെ കത്താൻ സാധിക്കുന്ന ടെമ്പറേച്ചറാണ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. അത് ഡീസലിൻ്റെ കാര്യത്തിലാണെങ്കിൽ 220 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു തരുന്നത്? ഡീസൽ കത്തണമെങ്കിൽ അല്ലെങ്കിൽ ഡീസൽ എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ സിലിണ്ടറിനുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ 220 മുതൽ 250 ഡിഗ്രിയുടെ മുകളിലായിരിക്കണം. അത് ഒന്നാമത്തെ റിക്വയർമെൻറ്റ്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ്, ദ പ്രഷർ മസ്റ്റ് ബി ഹൈ ഇനഫ് ടു എൻഷുർ ക്ലോസ്നെസ് ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ മോളിക്യൂൾസ്. അതായത് സിലിണ്ടറിനുള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മോളിക്യൂൾസിന് അടുത്തടുത്ത് വരാൻ സാധിക്കൂ. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഇഗ്നിഷൻ സംഭവിക്കുകയുള്ളൂ. മൂന്നാമത്തത്, ദ എൻജിൻ മസ്റ്റ് ബി ക്രാങ്ക്ഡ് അറ്റ് ഒപ്റ്റിമം സ്പീഡ്. എൻജിൻ്റെ ഈ സിലിണ്ടറിലെ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ അറിയാലോ. അതാണ് ക്രാങ്കിങ് സ്പീഡ് എന്ന് പറയുന്നത്. ആ ക്രാങ്കിങ് സ്പീഡ് ഒപ്റ്റിമം ആയിരിക്കണം, വളരെ കൃത്യമായിരിക്കണം. കൂടാനോ കുറയാനോ പാടില്ല. എന്തുകൊണ്ടാണ് കൂടാനും കുറയാനും പാടാത്തത് നമുക്ക് അടുത്ത 2 പോയിന്റിൽ നിന്ന് മനസ്സിലാവും. ഇനി കുറയുകയാണെന്നിരിക്കട്ടെ, കുറഞ്ഞ സ്പീഡിലാണ് ക്രാങ്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റത്തെ സൈക്കിളിൽ ഡീസൽ കത്തി, അപ്പോൾ ഉണ്ടാകുന്ന ചൂട് കൊണ്ടാണ് നമ്മൾ അടുത്ത സൈക്കിളൊക്കെ വർക്ക് ചെയ്യേണ്ടതല്ലോ. പക്ഷേ വളരെ കുറഞ്ഞ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത സൈക്കിൾ ആവുന്നതിന് മുൻപ് തന്നെ ഈ ചൂട്, അതായത് ഫസ്റ്റ് ഫ്യൂവൽ കത്തിയ ഉണ്ടായ ചൂട് സിലിണ്ടർ വാൾ വലിച്ചെടുക്കും. സിലിണ്ടർ വാൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അടുത്ത സൈക്കിൾ കത്താൻ തനിയെ വർക്ക് ചെയ്യില്ല. കാരണം സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ
220 മുതൽ 250 ഡിഗ്രി വരെയാണ്. ഒന്നാമത്തെ നമ്മൾ എങ്ങനെയൊക്കെയോ കത്തിച്ചു വന്നിരിക്കട്ടെ, രണ്ടാമത്തെ കത്തണമെങ്കിൽ ഈ ഫസ്റ്റ് കത്തിയതിൻ്റെ ചൂട് വേണം. പക്ഷെ ആ ചൂട് ഇപ്പോൾ ആര് കൊണ്ടുപോയി? സിലിണ്ടർ വാൾ കൊണ്ടുപോയി. സിലിണ്ടർ വാൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സൈക്കിൾ വർക്ക് ചെയ്യില്ല, എഞ്ചിൻ സ്റ്റാൾ ആവും. അതാണ് ലോ ക്രാങ്കിങ് ആണെങ്കിൽ. ലോ ക്രാങ്കിങ് ആണെങ്കിൽ ഹീറ്റ് ലോസ് ഉണ്ടാവും. എവിടേക്കാണ്? സിലിണ്ടർ വാളിലേക്ക് ഹീറ്റ് ലോസ് ഉണ്ടാകുന്നത് കാരണം എഞ്ചിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് ഇനി ഹൈ ക്രാങ്കിങ് സ്പീഡ് ആണെങ്കിൽ കൂടുതൽ സ്പീഡിൽ എഞ്ചിൻ ക്രാങ്ക് ചെയ്യുക. ക്രാങ്ക് ചെയ്യുക എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഒന്നെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ എഞ്ചിന് കൊടുക്കുന്ന കറക്കത്തിനാണ് ക്രാങ്കിങ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞു. ഇനി കൂടുകയാണെങ്കിൽ, ക്രാങ്കിങ് സ്പീഡ് കൂടുകയാണെങ്കിൽ ഇഗ്നിഷന് ടൈം കിട്ടില്ല, എല്ലാ ഫ്യൂവലും കത്താൻ സമയം ഉണ്ടാവില്ല. എല്ലാ ഫ്യൂവലും കത്താൻ സമയം കിട്ടിയില്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോഴും അൺബേൺഡ് ഗ്യാസ് ഉണ്ടായിരിക്കും. ലോസ് വരാൻ പോകുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡീസൽ എഞ്ചിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ കത്താൻ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നാമത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം, രണ്ടാമത്തത് ഹൈ പ്രഷർ ആയിരിക്കണം, മൂന്നാമത്തത് ഒപ്റ്റിമം ക്രാങ്കിങ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പല രീതികളുണ്ട്. ഈ ക്രാങ്കിങ് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടർ മോട്ടോറിൽ ഗിയർ വെച്ച് സെറ്റ് ചെയ്യാം. പ്രഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്രഷൻ സ്ട്രോക്കിൽ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന എയറിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് കോൾഡ് സ്റ്റാർട്ടിങ് സമയത്ത് പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ഒന്നാമത് പറയുന്ന പോയിന്റ്, ഈ 220 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൾഡ് സ്റ്റാർട്ടിങ് ഡിവൈസുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് കോൾഡ് സ്റ്റാർട്ടിങ് ഡിവൈസുമായി ബന്ധപ്പെട്ടതല്ല. അത് നമ്മൾ ഒന്നാമത് പറയുന്നത് സ്റ്റാർട്ടർ മോട്ടറുമായിട്ടും രണ്ടാമത്തത് കംപ്രഷൻ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് എഞ്ചിൻ ഡിസൈനുമായി വരുന്നതാണ്. പക്ഷേ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച്, അതായത് ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണ്ടത് എവിടെയാണ്? എയറിനാണ്. എയറിന് 220 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വേണം. അത് തണുത്ത സാഹചര്യങ്ങളിൽ, അതായത് മഞ്ഞുകാലത്തൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഈ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ, 220 മുതൽ 250 ഡിഗ്രി വരെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾഡ് സ്റ്റാർട്ടിങ് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കോൾഡ് സ്റ്റാർട്ടിങ് ഡിവൈസസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 എണ്ണമാണ് ഉള്ളത്. ഒന്നാമത്തെ ഡീകംപ്രഷൻ ഡിവൈസ്, 2 ഹീറ്റർ പ്ലഗ് അല്ലെങ്കിൽ ഗ്ലോ പ്ലഗ്, 3 ഇൻലെറ്റ് മാനിഫോൾഡ് ഹീറ്റർ, 4 കെമിക്കൽ സ്പ്രേ. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഹീറ്റർ പ്ലഗ് അല്ലെങ്കിൽ ഗ്ലോ പ്ലഗ് എന്ന് പറയുന്നത് മാത്രമാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിലും നമുക്ക് എല്ലാം ഓരോന്നോരോന്നായി നോക്കിപ്പോവാം. അതുകൊണ്ട് ആദ്യം ഒന്നാമത്തെ ടൈപ്പ് നോക്കാം. എല്ലാവരും ഈ എൻഫീൽഡ് ബുള്ളറ്റിലൊക്കെ ഹാൻഡിലായിട്ട് ഒരു സ്വിച്ച് കാണാം, ഇങ്ങനൊരു ലിവർ. ഈ കാണുന്നതാണ് ആ ലിവർ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ഹാൻഡിൽ അപ്പർ സൈഡിൽ ക്ലച്ച് ഹാൻഡിലായിട്ടും വരാറുണ്ട്. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ. ഈ ലിവർ എന്താണ് ചെയ്യാൻ ശ്രദ്ധിച്ച് നോക്കുക. അതിനുള്ള ആ ലിവറിൻ്റെ അറ്റത്ത് വരുന്ന ഒരു വാൽവാണ് ഈ കാണുന്നത്. ഈ ലിവറാണ് ഡീകംപ്രഷൻ ലിവർ. ഈ വാൽവാണ് ഡീകംപ്രഷൻ വാൽവ് എന്ന് പറയുന്നത് ഇതിൽ ബുള്ളറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തിനാണ് ആ ഡീകംപ്രഷൻ ഡിവൈസ് ഉപയോഗിക്കുന്നത്? ഡീകംപ്രഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ലിവറാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് ഡ്രൈവറാണ്. അപ്പോൾ അത് ഹാൻഡിൽ അല്ലെങ്കിൽ ഡാഷ് ബോർഡിൽ ഉണ്ടായിരിക്കും. ആ ലിവർ എന്തിനാണ് കൺട്രോൾ ചെയ്യുക? ഒരു വാൽവ് ഉണ്ടായിരിക്കും, സിലിണ്ടർ ഹെഡിൽ ഒരു വാൽവ് ഉണ്ടായിരിക്കും. ആ വാൽവിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമാണ് ഈ ഡീകംപ്രഷൻ ലിവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ലിവർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഡീകംപ്രഷൻ വാൽവ് ഓപ്പൺ ആവും. ഡീകംപ്രഷൻ വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിനുള്ളിൽ കംപ്രഷൻ നടക്കില്ല, കംപ്രഷൻ്റെ അളവ് കുറയും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ വെച്ചിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ തിരിക്കുമ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരിക എന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ലോഡ് വരാൻ പോകുന്നത് കംപ്രഷൻ സ്ട്രോക്കിലാണ്. കാരണം എയറിനെ കംപ്രസ് ചെയ്യണം. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി നിർത്തിയിട്ടൊരു പിസ്റ്റനെ എയറിനെ കംപ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക്, അതായത് BDC TDCയിലേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ വാൽവ് ഉപയോഗിച്ച് കംപ്രഷൻ ഒഴിവാക്കും. വാൽവ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എയർ കംപ്രസ് ആവുന്നതിന് പകരം പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യാം? പിസ്റ്റൺ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പിസ്റ്റൺ കാരണം എന്ത് ചെയ്യാം? എഞ്ചിൻ്റെ ക്രാങ്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് സ്റ്റാർട്ടർ മോട്ടറിന് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും.
അപ്പോൾ ഒന്ന് മൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കാരണം പിന്നെ എന്താണ് നമുക്കൊന്ന് തള്ളി കൊടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. തള്ളി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരുന്നുള്ളൂ. എല്ലാ വസ്തുവും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ആ ഫസ്റ്റത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കംപ്രഷൻ സ്ട്രോക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുപയോഗിച്ചിട്ട്? ഈ ഡീകംപ്രഷൻ ഡിവൈസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്തായി, വണ്ടി മൂവ് ആവാൻ തുടങ്ങി. വണ്ടി മൂവ് ആവില്ല, എഞ്ചിൻ്റെ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകാൻ തുടങ്ങി, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെയിറ്റ് കാരണം മൊമെൻറ്റം കിട്ടും. ആ മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ലിവർ തിരിച്ചാക്കാം. ലിവർ തിരിച്ചാകുമ്പോൾ ഡീകംപ്രഷൻ ലിവർ ക്ലോസ് ആവും. ഡീകംപ്രഷൻ ലിവർ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കംപ്രഷനാണ്. ഫുൾ കംപ്രഷൻ സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ലിവർ എന്ത് ചെയ്യും, ലിവർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഡീകംപ്രഷൻ വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ പിന്നെ കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രഷൻ ഉണ്ടായിരിക്കില്ല, പകരം എയർ പുറത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ലോഡ് ഉണ്ടായിരിക്കില്ല, ഈ സ്റ്റാർട്ടിങ് സിസ്റ്റത്തിന് ലോഡ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്രാങ്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ക്രാങ്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്പീഡ് ആയി കഴിഞ്ഞാൽ, ക്രാങ്ക് ഷാഫ്റ്റിന് അത്യാവശ്യം സ്പീഡ് ആയി കഴിഞ്ഞാൽ, വണ്ടിക്ക് സ്പീഡ് ഉണ്ടാക്കില്ല, വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ. ക്രാങ്ക് ഷാഫ്റ്റിന് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റ് കൊണ്ട് പിന്നെ വർക്ക് ചെയ്തോളും. അപ്പോൾ ആ മൊമെൻറ്റം, ഫസ്റ്റ് മൊമെൻറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കംപ്രഷൻ സ്ട്രോക്കിനെ ഇല്ലാതാക്കിയിരിക്കുന്ന അവസ്ഥയാണ് ഈ ഡീകംപ്രഷൻ ഡിവൈസ് ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു ലിവർ ഉപയോഗിച്ചിട്ട് ഡ്രൈവറാണ്. എവിടെ ഉണ്ടായിരിക്കുക, ഹാൻഡിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും. ആ ലിവറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ. ഇതാണ് ആ വാൽവിൻ്റെ ചിത്രം. നമുക്ക് വിശദമായിട്ടൊന്നും പഠിക്കാനില്ല, ഓരോ മോഡലും ഓരോ പോലെ ആയിരിക്കും. ഇത് എവിടെ ഉണ്ടായിരിക്കും, സിലിണ്ടർ ഹെഡിൽ ഉണ്ടായിരിക്കും. ആ ബുള്ളറ്റിന് രണ്ട് സൈഡിലേക്കല്ല, വി പോലെയല്ല ഉണ്ടാവുക. സിംഗിൾ സിലിണ്ടർ ആണെങ്കിലും വി പോലെ തന്നെ ഹെഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വാൽവ്. അടുത്ത ഒരു കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസ് ആണ് ഹീറ്റർ പ്ലഗ് അല്ലെങ്കിൽ ഗ്ലോ പ്ലഗ് എന്ന് പറയുന്നത്. ഇതൊരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ്. അത് കമ്പഷൻ ചേമ്പറിലെ ഓരോ സിലിണ്ടറിലേക്കും, അല്ലെങ്കിൽ എല്ലാ സിലിണ്ടറിൻ്റെയും കമ്പഷൻ ചേമ്പറിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യാൻ 12 വോൾട്ട് ബാറ്ററി മതി. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യണം. എവിടെ ബട്ടൺ, ഡാഷ്ബോർഡിൽ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, ഹീറ്റർ ബട്ടൺ. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നുള്ള 12 വോൾട്ട് എന്ത് ചെയ്യും, ഈ ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് എത്തും. ഹീറ്റിംഗ് എലമെൻറ്റ് ഇരുന്ന് ചൂടാവും. ആ ചൂടാവുമ്പോൾ അതിൻ്റെ ചുറ്റിലുള്ള, ഈ എലമെൻറ്റിന് ചുറ്റിലുള്ള എയറും കൂടെ തന്നെ ചൂടാവുകയും ചെയ്യും. അങ്ങനെ എയർ ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഹീറ്റർ എലമെൻറ്റ് ഇരിക്കുന്നത് സിലിണ്ടറിനകത്തായതുകൊണ്ട് തന്നെ അതിന് ഹീറ്റ് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി വേണം. കാരണം എന്താണ്, ഇരിക്കുന്നത് സിലിണ്ടറിനകത്താണല്ലോ. സിലിണ്ടറിനകത്ത് ഫ്യൂവൽ കത്തുന്നുണ്ട്. സിലിണ്ടറിനകത്ത് ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂട് സഹിക്കാനുള്ള കഴിവും കൂടി ഈ പ്ലഗിന് ഉണ്ടായിരിക്കണം. ഇത് സാധാരണയായിട്ട് പ്രീ കമ്പഷൻ ചേമ്പറിലാണ് ഉണ്ടാവുക. പ്രീ കമ്പഷൻ ചേമ്പർ ഇല്ലാത്ത ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വെഹിക്കിൾ ആണെങ്കിൽ അത് ഡയറക്റ്റ് കമ്പഷൻ ചേമ്പറിലേക്കും വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതാണ് ഗ്ലോ പ്ലഗിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഓരോന്നോരോന്നായി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ആണ് ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ത്രെഡ് കാണാം, ത്രെഡഡ് പോർഷൻ കാണാം. ഇത് നമ്മുടെ സിലിണ്ടറിലേക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമാണ്. ഈ കാണുന്ന ഈ ഭാഗം, ഇത്രയും ഭാഗമാണ് സിലിണ്ടറിനുള്ളിലേക്ക് തള്ളിയിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഈ സ്റ്റഡ് വഴി റെസിസ്റ്റൻസിലേക്ക് 12 ബാറ്ററിയിൽ നിന്നുള്ള 12 വോൾട്ട് കറണ്ട് എത്തും. ആ കറണ്ട് ഈ റെസിസ്റ്റൻസിനെ ചൂടാക്കും. ആ ചൂട് എന്ത് ചെയ്യും, ഈ ഗ്ലോ ട്യൂബിലേക്ക് എത്തും. ഗ്ലോ ട്യൂബ് എന്ത് ചെയ്യും, അതിനെ ഇതിന് ചുറ്റിലുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എയർ ചൂടാവും. അതാണ് ഇത്ര വർക്കിംഗ്, ഇത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വർക്കിംഗ് ഒന്നും പറയാനില്ല. ചൂടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. പക്ഷേ ഇതിരിക്കുന്നത് എവിടെയാണ്, ഈ ഭാഗം ഇരിക്കുന്നത് സിലിണ്ടറിനകത്താണെന്ന് പറഞ്ഞു. സിലിണ്ടറിനകത്ത് എക്സ്പ്ലോഷൻ സംഭവിക്കാറുണ്ട്, അതായത് ഫ്യൂവലിൻ്റെ ബേണിംഗ് നടക്കുന്നുണ്ട്. ഫ്യൂവലിൻ്റെ ബേണിംഗ് കാരണം ഈ സംഭവം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്ലോ പ്ലഗിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ നോക്കാം. അതായത് മെയിനായിട്ട് 3 എണ്ണം പറയാനുള്ളത്. ഒന്ന് പ്രീ ഹീറ്റിംഗ്, 2 സ്റ്റാർട്ടിങ്, 3ാമത്തെ വാം എൻജിൻ സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് പ്രീ ഹീറ്റിംഗ് എന്താണെന്ന് നോക്കാം. പ്രീ ഹീറ്റിംഗ് എന്നാൽ വണ്ടി തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കീ ഇട്ടു, വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് വരും, ഒരു ലൈറ്റ് വരും, ഗ്ലോ പ്ലഗ് വാർണിംഗ് ലൈറ്റ് വരും. ഇതിൽ വെയിറ്റ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. സാധാരണ പുതിയ വണ്ടികളിൽ, പഴയ വണ്ടികളിലൊന്നും ഉണ്ടായിരിക്കില്ല, ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ ലൈറ്റിൻ്റെ അർത്ഥം അവിടെ ഗ്ലോ പ്ലഗ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. പഴയ വാഹനങ്ങളാണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഒരു 20 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഗ്ലോ പ്ലഗ് ഓഫ് ആവും. ചില വാഹനങ്ങളിൽ
ഗ്ലോ പ്ലഗ് തനിയെ ഓഫ് ആവും. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെങ്കിലും വണ്ടി ഈ വാർണിംഗ് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിലോ, പുതിയ വാഹനങ്ങളിൽ വെയിറ്റ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ലൈറ്റാണ് ഉണ്ടായിരിക്കുക. വെയിറ്റ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇത്ര സെക്കൻഡ്, പുതിയ വാഹനങ്ങളാണെങ്കിൽ ആ സമയം പിന്നെയും കുറഞ്ഞു, 2 to 5 സെക്കൻഡൊക്കെ മതി ഇപ്പോൾ. ആ സമയം കൊണ്ട് എയർ ചൂടായിട്ടുണ്ടാവും. ആ എയർ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വെയിറ്റ് ടു സ്റ്റാർട്ട് ലൈറ്റ് ഓഫ് ആവും. വെയിറ്റ് ടു സ്റ്റാർട്ട് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് പൊസിഷനിലേക്ക് കീ തിരിക്കാം, വണ്ടി സ്റ്റാർട്ടാക്കാം. ഇനി വാം എൻജിൻ സ്റ്റാർട്ടാണ്, എൻജിൻ ചൂടായിരിക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ള അന്തരീക്ഷ താപനില ചൂടാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ വെയിറ്റ് ടു സ്റ്റാർട്ട് എന്ന ലൈറ്റ് കത്തുകയില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് പൊസിഷനിലേക്ക് കീ തിരിക്കാം, വണ്ടി നേരിട്ട് സ്റ്റാർട്ട് ചെയ്യാം, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അതാണ് 3 മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാനുവലായിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ കെടുത്തണം. എപ്പോൾ ഒരു കീ സ്വിച്ച് തിരിച്ച് നമ്മൾ കെടുത്തി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് വണ്ടി ചൂടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊരു ഗസ് മാത്രമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 20 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യും. പുതിയ വാഹനങ്ങളിൽ സ്റ്റാർട്ടിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും, വെയിറ്റ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ലൈറ്റാണ് ഉണ്ടായിരിക്കുക. ആ ലൈറ്റ് നമ്മൾ എവിടെ ഉണ്ടായിരിക്കുക, കീ ഇട്ട് വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ തന്നെ ആ ലൈറ്റ് വരും. ആ ലൈറ്റ് ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആവും. അതിനുശേഷം നമുക്ക് വണ്ടി എന്ത് ചെയ്യാം, സ്റ്റാർട്ട് പൊസിഷനിലേക്ക് കീ തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വാം എഞ്ചിൻ ആണെങ്കിൽ ഈ ലൈറ്റ് വെയിറ്റ് ടു സ്റ്റാർട്ട് വന്ന ലൈറ്റ് കത്തുകയില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് വരുന്ന കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസിൽ ഒന്നാണ് ഇൻലെറ്റ് മാനിഫോൾഡ് ഹീറ്റർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു ഗ്ലോ പ്ലഗ് പോലെ തന്നെ വരുന്ന പാർട്ടാണ്, പക്ഷെ അത് ഇരിക്കുന്ന പൊസിഷൻ വേറെയാണ്. ഗ്ലോ പ്ലഗ് ഇരിക്കുന്നത് കമ്പഷൻ ചേമ്പറിലാണെങ്കിൽ മാനിഫോൾഡ് ഹീറ്റർ ഇരിക്കാൻ പോകുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിലാണ്. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡിൽ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, കാരണം സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള അത്രയും ടെമ്പറേച്ചർ ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിന് കവറിംഗ് ഒന്നും ആവശ്യമില്ല, അതായത് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഒന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഇൻസുലേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻസുലേഷൻ എന്ന് പറയുന്നത് സെറാമിക് കവറിംഗ് ആണ്. ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് സെറാമിക് കവറിംഗ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര ടെമ്പറേച്ചർ ഒന്നും വരാൻ പോകുന്നില്ല. ഈ ഹീറ്റർ പ്ലഗ് തൊട്ട് ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കണം, തിരിച്ച് ടെമ്പറേച്ചർ ഒന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം പുറത്തുനിന്നുള്ള എയറാണ് വരുന്നത്. ആ എയർ തണുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല, സെറാമിക് കവറിംഗ് ഒന്നും ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. ഇതാണ് ഡയറക്റ്റ് ഹീറ്റിംഗ് എലമെന്റ്, നമുക്ക് പുറത്ത് തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലിണ്ടറിനകത്ത് ഏരിയ വളരെ കുറവാണ്, അല്ലെങ്കിൽ വോളിയം കുറവാണ്, അവിടെയുള്ള എയറിൻ്റെ അളവും കുറവാണ്. പക്ഷേ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് ഒരു വലിയ പാർട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന എയറിൻ്റെ അളവും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലുള്ള എയറിനെ ചൂടാക്കണമെങ്കിൽ കൂടുതൽ എനർജി വേണം. അപ്പോൾ നേരത്തെ ഗ്ലോ പ്ലഗ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി ഈ മാനിഫോൾഡ് ഹീറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അടുത്തതായിട്ട് വരുന്ന കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസ് ആണ് കെമിക്കൽ സ്പ്രേ. കെമിക്കൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ കടന്നു വരുന്ന എയറിലേക്ക് ചില കെമിക്കൽസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനെയാണ്. അങ്ങനെ കൊടുക്കുന്ന കെമിക്കൽസിന് ചില പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദീസ് കെമിക്കൽസ് ആർ ഈസി ടു വേപ്പറൈസ് ആൻഡ് ഇഗ്നൈറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. താഴ്ന്ന ടെമ്പറേച്ചറിൽ തന്നെ അതിനെ നമുക്ക് വേപ്പറൈസ് ചെയ്യാനും, അതായത് ചെറിയ ചെറിയ പാർട്ടികളാക്കാനും അതിനെ കത്തിക്കാനും സാധിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡൈഇഥൈൽ ഈഥറാണ് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 35 ഡിഗ്രിയിൽ തന്നെ ബോയിൽ ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ 35 ഡിഗ്രിയിൽ തന്നെ അത് കത്തും. അപ്പോൾ ഈ കെമിക്കൽസ് എയറിൻ്റെ കൂടെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പോവുകയും, സിലിണ്ടറിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിലിണ്ടറിനുള്ളിൽ കംപ്രഷൻ സ്ട്രോക്കിൽ ടെമ്പറേച്ചർ ഉയർന്നതായിരിക്കും വരിക, 30 ഡിഗ്രിയൊക്കെ കൂടുതൽ എന്തായാലും വരും. അങ്ങനെ ഉയർന്ന ടെമ്പറേച്ചറിൽ ഇത് പെട്ടെന്ന് കത്തും. അപ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് ഉപയോഗിച്ച് സിലിണ്ടർ ഹീറ്റ് ചെയ്യാം. അടുത്ത സൈക്കിളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂവലിനെ ഇഗ്നീറ്റ് ചെയ്യാനും സാധിക്കും. ഫസ്റ്റ് ഈ കെമിക്കൽസ് എന്ത് ചെയ്യും, ഒന്ന് പെട്ടെന്ന് കത്തിയിട്ട് എഞ്ചിനൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എഞ്ചിനെ പിന്നെ എന്ത് ചെയ്യും, ഒറിജിനൽ ഫ്യൂവൽ വെച്ചിട്ട് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് 4 രീതിയിലുള്ള കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസസ്. ഇതിന് നോട്ട് തയ്യാറാക്കേണ്ട രീതി എന്ന് പറഞ്ഞത്, കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസിന് ഹെഡിങ് കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഈ 3 പോയിന്റ്സ് എഴുതിയെടുക്കുക, ഈ ഡീസൽ ഇഗ്നിഷൻ റിക്വയർമെൻറ്റ്സ് ഹെഡിങ് കൊടുക്കുക, ഈ 3 പോയിന്റ് എഴുതിയെടുക്കുക, സബ് പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കണം.
അതിനുശേഷം ടൈപ്സ് അല്ലെങ്കിൽ വേരിയസ് ഡിവൈസസ് ടു ഹെൽപ്പ് കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. മെയിനായിട്ട് 4 ഒന്നാമത്തെ ഡീകംപ്രഷൻ ഡിവൈസ് എന്ന് എഴുതുക, ഈ നോട്ട് എഴുതിയെടുക്കുക. ഇതിന് ചിത്രമൊന്നും വരയ്ക്കാനില്ല, നോട്ട് മാത്രം മതി. അതിനുശേഷം ഹീറ്റർ പ്ലഗ്, ഗ്ലോ പ്ലഗ് എന്ന് കൊടുക്കുക. ഈ ചിത്രം വരച്ചെടുക്കുക. റഫായിട്ട് വരച്ചാൽ മതി, ഇങ്ങനെ 3Dയിലൊന്നും വരയ്ക്കണമെന്നില്ല. ഉള്ളിലൊരു കോയിൽ വരയ്ക്കുക, അതിന് ചുറ്റിലൊരു ഇൻസുലേഷൻ വരയ്ക്കുക, അതിൻ്റെ പുറത്തുകൂടി ഗ്ലോബ് ട്യൂബ് വരയ്ക്കുക, പുറത്തൊരു പ്ലഗ് ബോഡി സ്റ്റഡ് വരയ്ക്കുക. അത് 2D തന്നെ വരച്ചാൽ മതി. ഈ നോട്ട് എഴുതിയെടുക്കുക. ഇതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷനിൽ ഈ 3 പോയിൻറ്സും വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇൻലെറ്റ് മാനിഫോൾഡ് ഹെഡിങ് കൊടുക്കുക. ചിത്രം വരയ്ക്കേണ്ടതില്ല, ഈ 2 പോയിന്റ് എഴുതിയെടുക്കുക. കെമിക്കൽ സ്പ്രേ എന്ന് പറയാം, ഈ 3 പോയിന്റ്സ് എഴുതിയെടുക്കുക.